വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. നമ്മുടെ ഫണ്ടിങ് സീരീസിൻ്റെ പാർട്ട് 3 ആണ്. സോ കറൻറ്റ് ആ ഒരു ചലഞ്ചിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് എന്താണ്, ആൻഡ് ആ ഒരു ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഏതൊക്കെ ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, ആൻഡ് ആ ഒരു ട്രേഡ്സിൻ്റെ അവസ്ഥ എന്താണ്, ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് വീഡിയോ പാർട്ട് 2 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു. സോ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5.6% അപ്പായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു $1,000 പ്ലസ് അപ്പായിരുന്നു. സോ 5% പ്ലസ് അപ്പായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീക്കിലോട്ട് നമ്മൾക്കൊരു 2.5%, 2.4% കിട്ടുവാണെങ്കിൽ ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ മൺഡേ ആയിരുന്നു. സോ മൺഡേയിലത്തെ അപ്ഡേറ്റ് ആണ്. സോ മൺഡേ ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ 2 ട്രേഡും SL ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് കറൻ്റ്ലി ഇപ്പോൾ നമ്മളുള്ളത് ഒരു 3.5% ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഒരു 3.4% ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ അക്കൗണ്ട് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ എടുത്തിട്ട് ലാസ്റ്റ് വീക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 23rd നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് വീക്ക് ഒരു 1, 2, 3, 4 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കറൻറ്റ് വീക്ക് 2 ട്രേഡ്സാണ് എടുത്തിട്ടുള്ളത്. സോ ലാസ്റ്റ് വീക്ക് 4 ട്രേഡ്സ് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് 3 ട്രേഡ് നമ്മുടെ ഡയറക്ഷനിൽ പോയിട്ടുണ്ട്, ഒരു ട്രേഡ് SL ആയിരുന്നു. ആൻഡ് ഈ ഒരു വീക്ക്, അതായത് മൺഡേ നോക്കുവാണെങ്കിൽ മൺഡേ നമുക്കൊരു 2 ട്രേഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് USD CHF ഒന്ന് AUD USD ആണ്. ഓക്കെ, സോ ഞാൻ 2 ട്രേഡിലും 1% ആണ് റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2 ട്രേഡ്സും SL ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ ലാസ്റ്റ് വീക്ക് നമുക്കൊരു വിന്നിങ് സ്ട്രീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ വിന്നിങ് സ്ട്രീക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടൊരു ലോസിങ് സ്ട്രീക്ക് കൂടി ഉണ്ടാകുന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ബാക്ക് ടു ബാക്ക് 2 SL ആണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് USD CHF AUD USDയിലാണ് ആ ഒരു 2 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ USD CHFലും ഒരു ഷോർട്ട് ട്രേഡ് ആയിരുന്നു, AUD USDയിലും ഒരു ഷോർട്ട് ട്രേഡ് ആയിരുന്നു. ആൻഡ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമുക്ക് USD CHFൽ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ് നോക്കാം. ട്രേഡ്സ് അല്ല, ട്രേഡ് നോക്കാം. സോ USD CHF ഞാൻ ലാസ്റ്റ് സൺഡേ നമ്മളൊരു ലൈവ് ഇട്ടുണ്ടായിരുന്നു. സോ ലൈവിൽ ആ ഒരു പ്രൈസിന് ഏത് ഡയറക്ഷനിലോട്ട് പോകാമെന്നുള്ളൊരു കാര്യം, ഒരു ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. സോ വീക്കിലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ബാരിഷ് ആണ്. വീക്കിലി ഒരു ബാരിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വരുവാണ്. ആൻഡ് ബാരിഷ് ആണ്, വ്യൂ ബാരിഷ് ആയിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് ലാസ്റ്റ് വീക്ക് ഫോർവർ ആ ഒരു ഏരിയൻ്റെ അകത്ത് ലാസ്റ്റ് ഫ്രൈഡേ പ്രൈസ് നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് സൺഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് പ്രൈസ് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ട്രേഡ് നോക്കാമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലായിരുന്നു ഫേസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾ കൂടി വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയുടെ റിലീസ് കൂടി ഉണ്ട് ഫ്രൈഡേ. സോ മൊത്തത്തിലൊരു വോൾട്ടൈൽ വീക്ക് ആയിരിക്കും. ആൻഡ് 50 മിനിറ്റിലോട്ട് പോകണമെങ്കിൽ അവിടെ ഞാൻ കൺഫർമേഷനായിട്ട് എടുത്തിട്ടുള്ളത്, ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തത് കാണാം. സോ ന്യൂയോർക്ക് സെഷൻ്റെ അകത്തായിരുന്നു ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ വെച്ചിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു 4 ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ജസ്റ്റ് ഒരു ബ്രേക്ക് ആയിരുന്നു. ആ ഒരു ലോയുടെ താഴോട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മേ ബി ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, സോ മോസ്റ്റ്ലി ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ബ്രേക്ക് അല്ല, അതിൻ്റെ താഴോട്ടൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു ബ്രേക്ക് അല്ല, സോ ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ അതിന് ശേഷം പ്രൈസ് നമുക്ക് ഇവിടെ വന്ന് കാണാം, റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നത് കാണാം. ആൻഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ, ഇവിടെ ഒരു എന്തായിട്ട് വന്നു, ഇവിടെ ഒരു ഇൻഡിസിഷൻ ഫോർമേഷനിൽ വന്നു. നെക്സ്റ്റ് ഇവിടെ വന്നപ്പോൾ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത് കാണാം. ആൻഡ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് USD CHF സെൽ ഓപ്പൺ പ്രൈസ് 0.8432 0.8432 0.8432.
ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 15 സ്വിങ് ഹൈ ആയിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് 1:2 മുകളിലോട്ട് നോക്കി, അതായത് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ഓൾമോസ്റ്റ് ഒരു 2.5% ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 35 പിപ്സിന് മുകളിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ടാർഗറ്റായിട്ട്. ഓക്കെ, സോ ആ ഒരു സമയത്തുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി 5.something% ഓൾമോസ്റ്റ് 6% അപ്പാണ്. സോ ഒരു ട്രേഡിൽ 2% കിട്ടിക്കഴിഞ്ഞാൽ 2.5% കിട്ടിക്കഴിഞ്ഞാൽ പാസ് ചെയ്യാം. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മളൊരു എന്താ പറയുക, ആ ഒരു സമയത്ത് ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗർലി ലുക്കിംഗ് ഫോർ എ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, സോ എങ്ങനെയും ആ ഒരു ചലഞ്ച് പാസ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും അത് പാസ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ഒരു ഇമ്പൾസ് എൻട്രി ആയിരുന്നു എന്ന് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കായിരുന്നു. ബട്ട് ആ ഒരു ഇമ്പൾസ് കൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിലായിട്ട് ആ ഒരു എൻട്രി എടുത്തു. ബട്ട് നമ്മുടെ ഓപ്പോസിറ്റ് കുഴപ്പമില്ല, നമ്മുടെ വ്യൂസിനൊക്കെ ഓൾറെഡി ബാരിഷ് വ്യൂ ആയിരുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു ആൻഡ് റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സോ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ആ ഒരു ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ആ ഒരു ട്രേഡ് SL ആയിരുന്നു. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു 1%-ൻ്റെ ലോസ് ആയിരുന്നു. സോ ലോസ് നോക്കുവാണെങ്കിൽ ഒരു $256. ഓക്കെ, സോ 1% $25,000 അക്കൗണ്ടാണ്. അപ്പോൾ ഒരു $250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%. ആ ഒരു ട്രേഡിൽ ഒരു 1%-ൻ്റെ ലോസ് ആയിരുന്നു ഫസ്റ്റ് ട്രേഡ് ഇന്നലെ ഉണ്ടായിരുന്നത്. ലോസ് ആയിരുന്നു. ആൻഡ് ഇവിടെ നമ്മുടെ ജേണലിൽ കാണാം. ഓക്കെ, ഇതായിരുന്നു ആ ഒരു ട്രേഡ്. USD-CHF ഈ ഒരു ഏരിയയിലായിട്ട് ഷോർട്ട് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈലായിട്ട് വെച്ചു. ആൻഡ് ഇവിടെ ഒരു ലാസ്റ്റ് ഒരു ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓട്ട് ബ്ലോക്ക് ആയിരുന്നു. ഓട്ട് ബ്ലോക്കിൽ വന്നിട്ട് നല്ല റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഓട്ട് ബ്ലോക്ക് ഹോൾഡ് ചെയ്തിട്ടില്ല. ആൻഡ് നമ്മുടെ വ്യൂവിന് അഗെയിൻസ്റ്റ് പോയി SL കിട്ടി. ആൻഡ് സെക്കൻഡ് ട്രേഡ് നമുക്ക് നോക്കാം. സോ സെക്കൻഡ് ട്രേഡ് AUD-USD AUD-USD വല്ലപ്പോഴുമാണ് ട്രേഡ് എടുക്കാറ്. ആൻഡ് കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, സോ AUD-യിൽ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ പറയാം. നമ്പർ 1, വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ AUD-USD ഷോർട്ടായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്പർ 1 റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ പ്രീവിയസ് വീക്ക് ഹൈ സ്വീപ്പ് ചെയ്തു. ഓക്കെ, സോ കറണ്ട് വീക്ക് ഇതാണ്, പ്രീവിയസ് വീക്ക് ഇതാണ്. പ്രീവിയസ് വീക്ക് ഹൈ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം 4 അവറിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ഫ്രൈഡേ, ഇത് മൺഡേ. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ ഇതാണ്. ആൻഡ് ഫ്രൈഡേ വന്നിട്ട് മൺഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഫ്രൈഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്ത് കാണാം. ആൻഡ് ഫ്രൈഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ച് സ്വീപ്പ് ചെയ്തു, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് സ്വീപ്പ് ചെയ്തു. സോ അവിടെ ആ ഒരു ലണ്ടൻ ജൂദാസ് ഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഫ്രൈഡേയിലത്തെ ഹൈ, പ്രീവിയസ് ഡേ ഹൈ. സോ ഇവിടെ വെച്ചിട്ട് പ്രൈസ് എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തു. ആൻഡ് പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്ത് കാണാം, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ആൻഡ് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഇവിടെ ഒരു സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് പ്രൈസ് വന്നിട്ടുണ്ട്, അതിന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു റിജക്ഷൻ ഫോം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഷോർട്ട് നോക്കായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്വിങ് ഹൈ വെക്കുവാണെങ്കിൽ അതും ഓൾമോസ്റ്റ് ഒരു SL-ൻ്റെ രീതിയിൽ തന്നെയാണ് പോകണം. ഓക്കെ, അവിടെ ഞാൻ എൻട്രി എടുത്തിട്ടില്ല. സോ ഞാൻ എൻട്രി എടുത്തത് ന്യൂയോർക്ക് സെഷൻ്റെ അകത്തായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീക്ക് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ചിട്ടുമുണ്ട്. ആ ഒരു സമയത്ത് ഇത് ഞാൻ എന്തായിട്ട് എടുത്തു, ആ സ്വീപ്പ് ചെയ്തിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് എടുത്തു. ആൻഡ് പ്രൈസ് എന്ത് ചെയ്ത് കാണാം, ആ ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് വന്നത് കാണാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആൻഡ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നല്ലൊരു റിജക്ഷൻ കാണാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. AUD-USD ഫിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ പ്രൈസ് 6928 0.6928. 1 minute. 6928. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിട്ട് ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തന്നെയായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ഒരു സ്വിങ് ഹൈ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ 1% ആയിരുന്നു റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വിങ് ഹൈ, അതായത് ഡേ ലോ ആയിരുന്നു ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ബട്ട് അതും എന്തായിരുന്നു, അതും എസിലായിരുന്നു. ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ജസ്റ്റ് ആ നെക്സ്റ്റ് ക്യാൻഡിലൊന്ന് താഴോട്ട് ഇമ്പൾസ് വന്നതിന് ശേഷം നേരെ മുകളിലോട്ട് പോയി. ദെൻ അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നേരെ താഴെ പോയി. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലണ്ടൻ സെഷൻ്റെ ഹൈ എടുത്തു. സോ ലണ്ടൻ സെഷൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ആൻഡ് ഇത് ഇവിടെ വെച്ചിട്ട് എടുത്തു. സോ ഇവിടെ ഒരു ഈക്വൽ ഹൈ ഫോർമേഷൻ വന്നു. സോ നെക്സ്റ്റ് ഓൾമോസ്റ്റ് ഒരു 11:15 ഒക്കെ ആയപ്പോൾ അഗെയിൻ നമ്മുടെ ആ ഒരു ഏരിയയിലോട്ട് വന്നു, ആ ഒരു ഹൈ എടുത്തു. ദെൻ അതിനുശേഷം ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു. കറൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ തന്നെയാണ് പ്രൈസ് പോയിട്ടുള്ളത്, ബട്ട് നമ്മുടെ SL എടുത്തിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ക്ലീൻ സെറ്റപ്പ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയിട്ടില്ല. സോ അങ്ങനെ ഈ ഒരു വീക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു വീക്ക് 2 ലോസസ് ആയിരുന്നു. ടോട്ടൽ 2%. ഈ ഒരു വീക്കല്ല, മൺഡേ വന്നിട്ട് 2 ലോസസ് ആയിരുന്നു. അപ്പോൾ ഒരു -2%ലാണ് കറൻറ്റ് അക്കൗണ്ട് കിടക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു $902 പ്രോഫിറ്റിലാണ്. കറക്റ്റ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 902 by 25,000 3.6% അപ്പാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ അഗെയിൻ വേണം ഒരു 4.4%. ഓക്കെ, സോ ഒരു ക്ലോസ് ടു 5% പ്രോഫിറ്റ് വേണം ഫേസ് 1 പാസ് ആവണമെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഈ ഒരു വീക്ക് നോൺ ഫാം പേറോളിൻ്റെ വീക്കാണ്. അതുകൊണ്ട് കൂടുതൽ ടൈം ഞാൻ ഈ ഒരു വീക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണില്ല. ഞാൻ ഫസ്റ്റ് 3 days, അതായത് മൺഡേ എൻഡ് ചെയ്തു, 2 ലോസസ് ആയിരുന്നു. ട്യൂസ്ഡേ ഇതുവരെയായിട്ട് ട്രേഡ്സ് കിട്ടിയിട്ടില്ല. ആൻഡ് വെനസ്ഡേ, ഓക്കെ, നാളെയും കൂടെയാണ് ട്രേഡ്സ് നോക്കുന്നത്. ആൻഡ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഞാൻ നോക്കണില്ല, കാരണം ഫ്രൈഡേ NFP ആണ്. ആൻഡ് ഡേ ബിഫോർ ഫ്രൈഡേ എന്താണ് ഒരു നോൺ ട്രേഡബിൾ ഡേ ആണ്. സോ എനിക്കൊരു നോൺ ട്രേഡബിൾ ഡേ ആണ്. ഞാൻ ആ 2 ദിവസം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറില്ല, കാര്യമായിട്ട് ട്രേഡ്സും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. സോ ദെൻ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇന്നിനി ട്രേഡ് കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ട്രേഡ്സ് കിട്ടുമോ നോക്കാം. ആൻഡ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കൂടെ നോക്കാം. നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ദെൻ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നോർമലി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DXY നോക്കിക്കഴിഞ്ഞാൽ DXY 4 അവറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൻ്റെ അകത്ത് പറഞ്ഞിട്ടായിരുന്നു, ഇവിടെ ഒരു റേഞ്ച് ക്രിയേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രീവിയസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിംഗ് ലോ കാണാം, ഇവിടെ ഒരു സ്വിംഗ് ഹൈ കാണാം. ആ ഒരു ഇതിൻ്റെ അകത്തായിരുന്നു, ആ ഒരു റേഞ്ചിൻ്റെ അകത്തായിരുന്നു ലാസ്റ്റ് ഒരു 1.5 ആഴ്ചയായിട്ട് പ്രൈസ് എന്താ പറയുക കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫ്രൈഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഫ്രൈഡേ വന്നിട്ട് ആ ഒരു സ്വിംഗ് ലോ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കാണാം. അതിനുശേഷം പ്രൈസ് നേരെ അപ്പ് സൈഡ് പോകുന്നുണ്ട്. സോ നോർമലി ആ ഒരു NFP വീക്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. സോ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അപ്പ് സൈഡിന് ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, ഡൗൺ സൈഡിന് സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ദെൻ പ്രൈസ് എന്ത് ചെയ്യും, ഫസ്റ്റ് വന്നിട്ട് ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കും. സെൽ സൈഡിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, എഗെയിൻ അപ്പ് സൈഡ് പോയിട്ട് ബൈ സൈഡ് എടുക്കും. ദെൻ എഗെയിൻ നേരെ താഴെ വരും, സെൽ സൈഡ് എടുക്കും. ദെൻ എഗെയിൻ നേരെ മുകളിൽ പോവും, ബൈ സൈഡ് എടുക്കും. ആ ഒരു ഇതിലൊരു റേഞ്ച് എക്സ്പാൻഷൻ മോഡലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നോർമൽ ഇതിനാണ് നമ്മുടെ സീക്ക് ആൻഡ് ഡിസ്ട്രോയ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ സെൽ സൈഡ് എടുക്കും, ബൈ സൈഡിനോട്ട് പോവും, ബൈ സൈഡ് എടുക്കും, സെൽ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വരും. ആ റേഞ്ച് എക്സ്പാൻഷൻ അല്ലെങ്കിൽ സീക്ക് ആൻഡ് ഡിസ്ട്രോയ് മെത്തേഡ് എന്ന് പറയാം. അതായത് ഒരു ക്ലീൻ ഡയറക്ഷൻ പ്രൈസ് ഉണ്ടാവത്തില്ല. സോ ഇത് NFPക്ക് മുന്നേ ഉള്ളൊരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലീൻ സെറ്റപ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാർട്ട് 3 ഇത്രയേ ഉള്ളൂ. സോ ബാക്കി ഡീറ്റെയിൽസ് ഞാനൊരു 2 days കൂടും എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തായാലും 2 days കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.